വീണ്ടും വാർത്തയിലേക്ക്. പെരിയ ഇരട്ട കൊലപാതക കേസിൽ കൊച്ചി സിബിഐ കോടതിയുടെ ശിക്ഷാവിധി നാളെ. കേസിൽ ഉദുമ മുൻ എംഎൽഎ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 14 പേരെയാണ് സിബിഐ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ഇവർക്കുള്ള ശിക്ഷയാണ് നാളെ പ്രഖ്യാപിക്കുന്നത്. ശിക്ഷാവിധി വരുന്ന സാഹചര്യത്തിൽ പെരിയയിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്ന പ്രതികൾക്ക്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, തീർച്ചയായും 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെയാണ് ഇപ്പോൾ കൊലക്കുറ്റം CBI കോടതി കണ്ടെത്തിയത്. എന്തായാലും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ പെരിയയും പ്രദേശങ്ങളിലും വലിയ തോതിൽ പോലീസ് സുരക്ഷ ഇന്നു മുതൽ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് പോലീസിന്റെ ഈ ജാഗ്രത. എന്തായാലും 14 പേരെയാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനം മുൻ MLA-യും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ ഉൾപ്പെടെയുള്ള 14 പേരെയാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. ഇതിൽ 6 പേർ CPM പ്രവർത്തകരാണെന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. എന്തായാലും രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ദിനമാണ് നാളെ. 11 മണിയോടുകൂടി കൊച്ചി CBI കോടതിയിൽ ഇതിന്റെ വിധിയുണ്ടാകും. കുടുംബവും അതോടൊപ്പം ഏറെ പ്രതീക്ഷയോടാണ് ഈ വിധിയെ കാണുന്നത്. എന്തായാലും അഡ്വക്കേറ്റ് CK ശ്രീധരനാണ് പ്രതിഭാഗം അഭിഭാഷകൻ. അതായത് ഈ പെരിയ ഇരട്ട കൊലപാതകം നടന്ന സമയത്ത് കുടുംബത്തോടൊപ്പം ചേർന്ന് എന്ന് അതിന്റെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലുണ്ടായിരുന്ന CK ശ്രീധരൻ പിന്നീട് പാർട്ടിയിൽ നിന്നും മാറുകയും CPM-ലേക്ക് പോവുകയും അത്തരത്തിൽ ഈ പ്രതികളുടെ അഭിഭാഷകനായി മാറുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായത്. എന്തായാലും അദ്ദേഹത്തിന്റെ വീടിനും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ അക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. എന്തായാലും വലിയ തോതിൽ നാളെ ഏറെ നിർണായക ദിനം എന്ന് പറയേണ്ടി വരും. പെരിയയിൽ വിപുലമായ പരിപാടികളാണ് നാളെ നടക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ തോതിൽ പ്രവർത്തകർ അവിടെ തടിച്ചുകൂടും. ഇത്തവണ കുടുംബം ഉൾപ്പെടെ ഈ സ്മൃതി മണ്ഡപത്തിലായിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് ഈ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ആ ദിനം ഈ അച്ഛന്മാർ, അതായത് ശരത്ലാലിന്റെയും കൃപേഷിന്റെ അച്ഛന്മാർ കൊച്ചിയിലായിരുന്നു, CBI കോടതിയിലായിരുന്നു. ഇത്തവണ അവരൊക്കെ ഈ സ്മൃതി മണ്ഡപത്തിൽ, കല്ലോട്ട് സ്മൃതി മണ്ഡപത്തിലുണ്ടാകും. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ പ്രവർത്തകർ എത്താൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പോലീസിനും വിവരം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ പോലീസിനെ കണ്ണൂർ ജില്ലയിൽ നിന്നുൾപ്പെടെ ഈ പ്രദേശങ്ങളിൽ വിന്യസിച്ചിട്ടുള്ളത്. നാളെ ഇതിലും കൂടുതൽ പോലീസ് സുരക്ഷ ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. പോലീസ് ടിക്കറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാഹന പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഈ വിധിയെ ഏറെ നിർണായക ദിനം എന്ന് പറയേണ്ടി വരും. നാളത്തെ ആ വിധി ഈ 10 പേരെ ഈ കേസിൽ വെറുതെ വിട്ടിരിക്കുന്നു. 14 പേരെയാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. 2019 ഫെബ്രുവരി 17-നാണ് ഈ അരുംകൊല നടന്നത്. അശ്വതി, KV ബൈജു ആണ് കാസർഗോഡ് നിന്നും വിശദവിവരങ്ങൾ നൽകിയത്.